അതേപോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസും യതികളായിട്ട് കണക്റ്റഡാണ്. അദ്ദേഹം മരിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ മെസ്സേജ് അദ്ദേഹം മനസ്സില്ല, ജസ്റ്റ് ഗോയിട്ട് അനദർ ഡയമെൻഷൻ, വേറെ ഡയമെൻഷനിലേക്ക് പോരും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടാണ്ടിരുന്നത്. ഇത്രയധികം നിഗൂഢതകൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കും. എൻ്റെ ബോഡി ഇവിടെയുണ്ട്, മഞ്ഞിൽ വിട്ട് മരിക്കുകയും ചെയ്യണം, ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊരു ബോഡി കിട്ടും. അത് കഴിഞ്ഞ് അദ്ദേഹം പല ഡയറക്ഷനിലും ഈ ആർമി ക്യാമ്പിൽ കൊടുക്കും. ആ വഴിക്ക് പോകരുത്, അപകടമാണ്, ശത്രുക്കൾ വരുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിനൊരു അമ്പലം വെച്ച് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ച് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താ അറിയാം, പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്യുന്നു, ആളുകളുടെ ജനഹൃദയം കീഴടക്കിയ അവരുടെ ദളപതി അവരുടെ നായകനായി മാറുന്ന ഒരു കാഴ്ച. അതിലെന്തെങ്കിലും ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവം? അത് ഞാൻ പിന്നെ പറയാം. കാരണം അതിലൊരു ഇതുണ്ട്, ഇതിന് ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമ്മൾ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ എനിക്കൊരു അടി കിട്ടാറുണ്ട് എപ്പോഴും. കാരണം ഇത് ചെയ്യാൻ തടുക്കണ ശക്തികളും ഉണ്ട്, തടുക്കണ എനർജികളുണ്ട്. എനിക്ക് ഓരോ വട്ടം കിട്ടാറുണ്ട്. കാരണം നമ്മൾ ഓക്സിജൻ ഭയങ്കര കുറവാണ്, 13,000 അടി ഉയരാണ്. ഒരു സൈഡിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ മേലേക്ക് നോക്കുന്നുണ്ട്, എന്താ കല്ല് വീണ അപ്പുറത്തെ കൊക്കില്ല, അത് നോക്കണം. അത്ര റിസ്കുകളൊക്കെ ഉണ്ട്. പക്ഷെ പ്രകൃതി വെച്ച് വല്ലാത്തൊരു ഭംഗിയുണ്ട്. അവിടെ പോയി ഒരു ചന്ദ്രൻ, ഭയങ്കര ഒരു അന്തരീക്ഷം. പക്ഷെ നമുക്ക് വയ്യ. അവസാനം ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി അവിടെ ഇരുന്ന് കുറച്ച് ഭയങ്കര എനർജി കിട്ടി. ഞാൻ അവിടെ എനിക്ക് പോയിട്ട് പറഞ്ഞു എനിക്ക് ഒന്ന് കടക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ മലന്ന് കടന്ന എനർജി എടുത്ത് അത് ഞാൻ എനിക്ക് കൊക്കട അടുത്ത് പോയപ്പോൾ ഞാൻ 2 പേരെ കണ്ടു. അശോക് ചക്രവർത്തി 9 പേരായിട്ടുള്ള 2 പേരെ കണ്ടു. ഞാൻ സല്യൂട്ട് ചെയ്തു അവിടെ. അഗ്നിയാഗം എന്ന് പറയുമ്പോൾ എന്താണ് പ്രോസസ്? അഗ്നിയാഗം എന്ന് പറയുമ്പോൾ ഒരു വലിയ ഇപ്പം December 13 പഴനിയിൽ കാർത്തിക നാളിലൊരു നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ടിങ് ആരംഭിക്കുകയാണ്. അന്ന് രാത്രി 10 മണി തൊട്ട്, രാത്രി 10 മണി തൊട്ട് 1 മണി വരെ ഒരു മഹാഹോമം നടത്തുന്നുണ്ട്. അവിടുന്ന് അഗ്നിയാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ആ ഹോമത്തിലേക്ക് ഞാൻ അങ്ങനെ ക്ഷണിക്കുകയാണ്, ഇത് കാണുന്ന എല്ലാവരും ക്ഷണിക്കുകയാണ്. അപ്പോൾ പഴനിയിൽ വെച്ചിട്ടാണ് അത് കാർത്തിക നാൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു തരാം അഗ്നിയാഗം എവിടെ നടത്തണം, എങ്ങനെ നടത്തണം എന്ന് പറഞ്ഞു തരാം. നമ്മളെല്ലാ യാഗങ്ങളും തമിഴ് ഇതിലാണ് നടത്തിയിരിക്കുന്നത്. തമിഴ് തഞ്ചാവൂരിലുള്ള പൂജാരിമാരാണ് വരാറ്, ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അഗ്നിയാഗം നടത്തുന്ന സ്ഥലവും സമയവും അദ്ദേഹം പറഞ്ഞു തരും. അത് കഴിഞ്ഞാൽ അഗ്നിയാഗത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണം, എല്ലാ ഡയറക്ഷനും വരും. ആർക്കൊക്കെ അതിൽ പ്രധാനപ്പെട്ട ഈ അഗ്നിയാഗത്തിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ B.R. അംബേദ്കറിൻ്റെ പറഞ്ഞ പോലെ ഈ അഗ്നിയാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി വന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. കാരണം 2 സ്ഥലത്തേക്ക് ഭഗവാൻ ഇപ്പം എന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് സിക്കിമിലെ ഗാങ്ടോക്കിലേക്ക്, പിന്നെ സ്പിറ്റി വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അത് ഗാങ്ടോക്ക് എന്ന് പറഞ്ഞത് ഒരു 4-5 മാസത്തിനുള്ളിലാണ്. ഗാങ്ടോക്ക് എന്ന് പറയുന്നത് സിക്കിമിലെ തലസ്ഥാനമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കേ മൂലയാണിത് സിക്കിം. നമ്മുടെ വീടുകളിൽ പൂജാമുറി ഇരിക്കുന്നത് വടക്ക് കിഴക്കേ മൂലയാണ്. ഇന്ത്യയുടെ പൂജാമുറി ഇരിക്കുന്ന സ്ഥലമാണ് സിക്കിം. അവിടെ ഒരു കാഞ്ചൻജംഗ പർവ്വതമുണ്ട്, മൗണ്ടാണ്. അതിൻ്റെ ഉള്ളൊരു അഗ്നി എറിയിട്ട്, ആ അഗ്നിയാണ് ഇന്ത്യയുടെ ആത്മാവ്. അതിന് യതികളാണ് കാവൽ നിൽക്കണം. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ് പോയി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എന്നെ അയക്കുകയാണ് ചെയ്തത്. ഒപ്പം സുഭാഷ് ചന്ദ്രബോസിൻ്റെയും അനുഗ്രഹം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് അവിടെ ഒരു മൗണ്ടനിലൊരു അമ്പലമുണ്ട്, ഒരു മൊണാസ്ട്രി ഉണ്ട്. മൊണാസ്ട്രിയിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഒരു മഞ്ഞിൻ്റെ ഉള്ളിൽ പോയി വേറൊരു ക്ഷേത്രമുണ്ട്, ഇന്ത്യൻ ആർമി നടത്തുന്നതാണ്. പേര് പറഞ്ഞു അദ്ദേഹത്തിന്. അതൊരു ആർമിക്കാരൻ്റെ അമ്പലമാണ്. അദ്ദേഹം മരിച്ച് 1960-കളിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ആർമി വിട്ട് പോയി എന്നാണ് എല്ലാവരും വിചാരിച്ചത്. 3 ദിവസം കഴിയുമ്പോൾ ഒരാൾക്ക് സ്വപ്നം കാണുക, എൻ്റെ ബോഡി ഇവിടെയുണ്ട്, മഞ്ഞിൽ വിട്ട് മരിക്കുകയും ചെയ്യണം, ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊരു ബോഡി കിട്ടും. അത് കഴിഞ്ഞ് അദ്ദേഹം പല ഡയറക്ഷനിലും ഈ ആർമി ക്യാമ്പിലേക്ക് കൊടുക്കും. ആ വഴിക്ക് പോകരുത്, അപകടമാണ്, ശത്രുക്കൾ വരുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിനൊരു അമ്പലം വെച്ച് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ച് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്താ അറിയാം, ഇദ്ദേഹം ആ യതികളായിട്ട് കണക്റ്റായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പവർ കിട്ടിയത്. അതേപോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസും യതികളായിട്ട് കണക്റ്റഡാണ്. അദ്ദേഹം മരിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ മെസ്സേജ് അദ്ദേഹം മനസ്സില്ല, ജസ്റ്റ് ഗോയിട്ട് അനദർ ഡയമെൻഷൻ, വേറെ ഡയമെൻഷനിലേക്ക് പോരും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടാണ്ടിരുന്നത്. ഇത്രയധികം നിഗൂഢതകൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു എനർജി ഈ ഭാരതത്തിലേക്ക് ഈ യാഗ സമയത്ത് വരും. നേരത്തെ അംബേദ്കറുടെ കാര്യം വന്ന പോലെ അടുത്ത് ഈ യാഗം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ കൂടുതൽ സംസാരിച്ചു തുടങ്ങും, നേതാക്കന്മാർ സംസാരിച്ചു തുടങ്ങും. ഭാരതത്തിന് ഈ ഡീപ് സ്റ്റേറ്റിനെ തകർത്ത് ഭാരതത്തിൻ്റെ ഉയർച്ചയിലേക്ക് കടക്കാൻ പോകുന്നൊരു യാഗമാണ് നടക്കാൻ പോകുന്നത്. എന്താണത്? ഇത് December 13 നമ്മൾ സ്റ്റാർട്ടിങ്. യാഗം എന്നാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടില്ല, ഡേറ്റ് സ്ഥലം പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ഈ താങ്കളെ പറഞ്ഞ പോയ സ്ഥലങ്ങൾ, ചെയ്ത പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഇതിന് വലിയ ഹ്യൂജ് എമൗണ്ട് വേണ്ടുന്ന കർമ്മങ്ങളല്ലേ? തീർച്ചയായും. അതിൽ ആദ്യത്തെ യാത്രകളൊക്കെ ഞാൻ PF ലോൺ എടുത്തിട്ടും വല്ലവരത് കടം മേടിച്ചിട്ടുള്ള യാത്രകളായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ബാബാ സാഹിച്ചൊരു വലിയൊരു സേനേനെ
കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം ആ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ PF ലോൺ എടുത്ത് പോയ കഥകളും കാശിലാണ് ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യം. ബുക്ക് ഞാൻ വായിച്ചു എല്ലാ പ്രേക്ഷകരും ബുക്ക് വായിക്കണം. അല്ലല്ല, ഞാൻ അതിന്റെ ആ ബുക്ക് വായിക്കുമ്പോൾ പറയാന്ന് പറയും. നമ്മൾ കടന്നുപോയ വഴിത്താരകള് എളുപ്പമുള്ളത് പൂവും വെച്ചതായിരുന്നില്ല, കല്ലും മുള്ളും ഒക്കെ ചവിട്ടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ കണ്ണിന്ന് വെള്ളം ഇറങ്ങുന്നതും വട്ടത്തിരി നിന്നതൊക്കെ ആയ കഥകളുണ്ട്. പക്ഷെ അന്നൊക്കെ നമ്മൾ ചെയ്ത ഒരേ ഒരു കാര്യം എന്താ പറയുക, ആത്മാർത്ഥത. ഭഗവാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു, ആ സത്യസന്ധത, ആത്മാർത്ഥത. അതുകൊണ്ടാണ് ഭഗവാൻ എന്നെ ഉയർത്തിയിട്ട് ഇപ്പം അങ്ങയുടെ മുമ്പിൽ ഇരുത്തുന്ന ലെവലിലേക്ക് മാറ്റിയത്. മുരുകൻ നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച്, ഭഗവാൻ മുരുകൻ നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് അങ്ങ് നടത്തിയ യാത്രകളും ക്രിയകളും കർമ്മങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഇത്തരത്തിൽ അങ്ങേക്ക് നിർദ്ദേശം ലഭിക്കുന്നു, അങ്ങ് യാത്രകൾ പോവുകയാണ്. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ അതിനൊക്കെ പൂർണ്ണമായിരിക്കും. ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞു ഒരു മല കാട്ടിത്തരും, പിന്നീട് അത് കണക്ട് ചെയ്യാൻ നമുക്കൊരാളെ തരും. അവിടെ ചെന്ന് പെടുമ്പോൾ ഇതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നതെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞു 2012 ഒരു സ്വപ്നമാണ്. സ്വപ്നത്തിൽ നമുക്ക് മലകൾ കാണാൻ പറ്റും, ആ മലകളിൽ അടയാളങ്ങളുണ്ടാവും. നമ്മൾ അവിടെ ഒരു സെന്തിൽ എന്ന് പറഞ്ഞ സുഹൃത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം വിളിച്ച് പറയും, പഴനിയിൽ അതൊരു കടയാണ്. ഒരു 2 ആഴ്ചക്കുള്ളിൽ ആ കടയിൽ സാധനം മേടിക്കാൻ വരുന്ന ആൾക്കാരോട് സംസാരിച്ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ ഒരു ചർച്ചകൾ വരും. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സ്പിരിച്വൽ ആളാണ്. അപ്പോൾ അത് പെട്ടെന്ന് ക്ലിക്കായി ഞാൻ പറഞ്ഞ അടയാളങ്ങളുണ്ടല്ലോ, അത് എന്നെ വിളിക്കും, അങ്ങോട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ അടയാളങ്ങൾ കറക്റ്റ് ആവും, നമ്മൾ അവിടെ പോകണം. ഈ കണ്ട എല്ലാം നമുക്ക് അവിടെ ഉണ്ട്. അപ്പം പിന്നെ നമുക്കൊരു എനർജി കണക്ഷൻ അവിടെ കിട്ടും, നമുക്ക് മനസ്സിലാവും ഇതാണ് സ്ഥലം എന്നുള്ളത്. അതൊക്കെ ആ കാലത്ത് അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ കാലത്തൊരു മെസ്സേജ് നമ്മളൊരാൾ കാണാൻ പറ്റും, വേറൊരു ഡയമെൻഷനിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കുക എന്നുള്ളത് അത് ചെയ്യാം. കാരണം പ്രപഞ്ചത്തിൽ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അത് നമ്മളൊരു ഇത് പൂരിപ്പിക്കണ പോലെ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചിത്രം തെളിയും. അപ്പോൾ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിലുള്ളിൽ അത് അത്ര ഒരു കഴിവ് ഭവസായിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതാണ് മെസ്സേജ്, ഇതാണ് കാര്യം, ഇന്നതാണ് കാര്യം എന്നുള്ള എല്ലാ കാരണങ്ങളും കിട്ടും. ഈ ഭഗവാൻ നമ്മളെ ഉയർത്തുകയാണ്. സ്പൂൺ ഫീഡിങ് ഇല്ല ഇതിൽ, പണിയെടുത്തിട്ട് വന്നാൽ മതി എന്നുള്ളതാ. അദ്ദേഹത്തിന് നേരിട്ട് പറഞ്ഞുതരാന്നൊക്കെ. ഈ ചെയ്യുന്ന ജോലിക്കൊക്കെ ഉള്ള കൂലി എങ്ങനെ ലഭിക്കുക? അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം, അത് മതിയില്ല, ബാക്കി എല്ലാവരും തേടി വരും നമ്മൾ. അത്ര ഇതിന് ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമ്മൾ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ എനിക്കൊരു അടി കിട്ടാറുണ്ട് എപ്പോഴും. കാരണം ഇത് ചെയ്യാൻ തടുക്കണ ശക്തികളും ഉണ്ട്, തടുക്കണ എനർജികളുണ്ട്. എനിക്ക് ഓരോ വട്ടം കിട്ടാറുണ്ട്. എത്ര ശ്രദ്ധിച്ചാലും അത്ര ശക്തികൾ അടി കിട്ടും. നല്ല അടി കിട്ടുക, ഞാൻ ആ ലെവലിൽ വീഴും. അതായത് ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഉജ്ജയിൻ യാഗത്തിന് മുമ്പ് ഒരടി കിട്ടി, ഒരു ഓപ്പറേഷൻ കിട്ടി. അതിന് മുമ്പ് യാഗത്തിന് മുമ്പ് ഒരു ഓപ്പറേഷൻ കിട്ടി. ഓരോ വട്ടം ഇപ്പോൾ അടുത്തേക്ക് കിടക്കുമ്പോൾ എനിക്കറിയാം അടി കിട്ടുന്നു. പക്ഷെ ഞാൻ പറയണത് ഞാൻ ക്യാപ്റ്റനാന്നാണ് പറഞ്ഞത്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള ഒളിച്ചിരിക്കണതല്ലല്ലോ നമ്മുടെ കർമ്മം. ഭഗവാൻ പറഞ്ഞു ഇറങ്ങുക, ബാക്കി അദ്ദേഹം നോക്കട്ടെ, എന്താണ്ടാവും നോക്കട്ടെ വെച്ചാൽ ആ ഒരു സാധനം കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം അതാണ്. നമ്മൾ ഈ പോയ എപ്പിസോഡിൽ നരേന്ദ്രമോദിയും മറ്റു പല നേതാക്കന്മാരും ഈ ഒരു ആത്മീയതയും കണക്ഷനും പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. സ്വാഭാവികമായിട്ടും മുരുകൻ്റെ മണ്ണ് തമിഴ്നാടാണ്, നമ്മളെല്ലാം വിശ്വസിക്കുന്നത് എങ്ങനെയാണ്. തമിഴ്നാട് പൊളിറ്റിക്സ് കുറേ സംഭവവികാസങ്ങൾ ഉടനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്യുന്നു. ആളുകളുടെ ജനഹൃദയം കീഴടക്കിയ അവരുടെ ദളപതി അവരുടെ നായകനായി മാറുന്ന ഒരു കാഴ്ച. അതിലെന്തെങ്കിലും ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടോ? അത് ഞാൻ പിന്നെ പറയാം. കാരണം അതിലൊരു ഇതുണ്ട്, പക്ഷെ അത് പറയാറായിട്ടില്ല. എനിക്കൊന്നും തെളിഞ്ഞ് വരുന്നില്ല. തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഒരു സംഭവം അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അല്ല, ഇല്ലെങ്കിൽ അവിടെ ഇതിനു മുമ്പ് അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു നേതാക്കന്മാർ. അതെ അത് പക്ഷെ ഇവിടെ എന്തോ ഒരു ഇത്, ഈ നേരത്തെ പറഞ്ഞൊരു പാരൽ ഉണ്ടല്ലോ, മോദിജി ആയിട്ടുള്ള ഒരു പാരൽ പോലെ ഇവിടെ ഒരു സാധനം കണക്റ്റ് ആവുന്നുണ്ട്. അത് നല്ലതാണോ പൊട്ടയാണോ എന്നുള്ളത് ഇനി അറിഞ്ഞിട്ട് പറയാം. നേരത്തെ മറ്റേത് കറക്റ്റ് പാരല, ഞാൻ പറഞ്ഞ ഓരോ കണ്ടീഷൻ കറക്റ്റ് ആയിട്ട് ഇത് ചിന്തിക്കുമ്പോൾ എന്തോ ഒരു സാധനം ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട്. ഞാൻ ഈ അടുത്തൊരു കൊല്ലത്തിലുള്ള അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി. പല കാര്യങ്ങളും എന്താ പറയാ എനിക്ക് അനുഭവപ്പെട്ടു ഈ ഒരു കൊല്ലത്തിലുള്ളൂ. കാരണം അദ്ദേഹം ചെയ്യണ ഒരു പരിപാടിയുടെ ദിവസം തന്നെയാണ് എൻ്റെ പരിപാടി. അങ്ങനെ 2-3 കാര്യങ്ങൾ ഒരേ സ്ഥലത്ത് ബന്ധപ്പെട്ടുണ്ട്, അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണതയായിട്ടില്ല, പൂർണ്ണമായിട്ട് പറയുന്നത് എന്തുകൊണ്ട് അവിടെ ഒളിച്ചു മാറി നിൽക്കുന്നുണ്ട്. ഈ യാത്രകളിൽ ഈ മൃഗനിർദ്ദേശപ്രകാരം നമ്മൾ പോകുന്ന എല്ലാവർക്കെ ടീമായിട്ടാണോ പോണത്, ഒറ്റയ്ക്കാണോ പോണത് യാത്രകൾ? ചില സമയത്ത് ഒറ്റയ്ക്കാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ സൗത്ത് കൊറിയക്ക് പോയത് ഒറ്റയ്ക്കാണ് പോയത്. ചില സമയത്ത് ആൾക്കാരുണ്ടാവും. ഈ സൗത്ത് കൊറിയയിൽ എന്താണ് മുരുകൻ? ഇതാണ് യിങ് യാങ്ങിന്റെ എനർജി പ്ലേസ്. അത് അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. നോർത്ത് കൊറിയ പോയിട്ടുണ്ടോ?
പോയിട്ടില്ല. പോവാൻ പറഞ്ഞാൽ പോവും. പോയിട്ടില്ല. സൗത്ത് കൊറിയയിൽ എത്തിയിട്ടുണ്ട്. പറയാതിരിക്കട്ടെ അല്ലേ. പറഞ്ഞ അല്ല, ഇപ്പൊ ഞാൻ സ്പിറ്റി വാലി പോകണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയം ഇപ്പോഴാണ് പോയ. സ്പിറ്റി വാലി പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ചൈനയുടെ കാര്യം പറഞ്ഞതിന്റെ തൊട്ട് മുമ്പ് നടന്നതാണ്. കാരണം ചൈനീസ് ടിബറ്റിന്റെ ഇന്ത്യൻ സൈഡാണ് സ്പിറ്റി വാലി. ഹിമാചലിന്റെ ഉള്ളിലേക്ക് പോകണം. നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന് മണാലി പോയിട്ട് പോവാം, ഒന്ന് ഷിംലയിൽ പോയിട്ട് പോവാം. ഷിംലയിൽ പോയിട്ട് പോവുകയാണെങ്കിൽ 2 ദിവസം എടുക്കും അവിടെ എത്താൻ. കാരണം നമ്മൾ ഓക്സിജൻ ഭയങ്കര കുറവാണ്. 13,000 അടി ഉയരമാണ്. അപ്പം ബോഡി നമ്മൾ അതായിട്ട് കണക്ട് ആവണം. അപ്പോൾ നമ്മൾ ഷിംലയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് നിന്ന് അങ്ങനെ അവിടെ എത്തിച്ചേരേണ്ടി പോയി. ഒന്ന് ഡയറക്റ്റ് മണാലിയിൽ നിന്ന് പോവാം. 100 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ 120 കിലോമീറ്റർ, 100 കിലോമീറ്റർ ഓഫ് റോഡാണ്. റോഡില്ല, കല്ലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം ഞാൻ ആ വഴിക്കാണ് പോയത്. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഭയങ്കര റിസ്ക് ആയിരുന്നു. നമ്മളൊരു ഫോർച്യൂണർ വണ്ടി എടുത്തിട്ട് 2-3 പേരുണ്ടായിരുന്നു. ഒരു റോഡെന്ന് പറഞ്ഞാൽ ചിന്തിക്കണ്ട, ഉള്ളു കല്ലും ഇതിൻ്റെ കൂടെ. പക്ഷെ ആ യാത്രയിൽ നമുക്ക് പ്രകൃതി ഒരുക്കി വെച്ചൊരു ഭംഗിയുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു അത് ആസ്വദിച്ച് പോവാം. ഇപ്പുറത്തെ റിസ്ക് ഉണ്ട്. ഒരു സൈഡിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ മേലേക്ക് നോക്കണ്ടേ, എന്താ കല്ല് വീണ അപ്പുറത്തെ കൊക്കില്ല, അത് നോക്കണം. അത്ര റിസ്കുകളൊക്കെ ഉണ്ട്. പക്ഷെ പ്രകൃതി ഒഴിച്ച് വല്ലാത്തൊരു ഭംഗിയുണ്ട്. അവിടെ പോയി ഞാൻ അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. ആ മൊണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-ാം നൂറ്റാണ്ടിൽ വെച്ചിട്ടുള്ളതാണ്. ടിബറ്റൻ ബുദ്ധിസം ആണ് അവിടെ ഫോളോ ചെയ്യണം. പക്ഷെ ഭഗവാൻ എനിക്ക് പറഞ്ഞത് ലാവോട്സുവിൻ്റെ സമാധി സ്ഥലമാണത്. അപ്പം അവിടെ പഴനിയിൽ നിന്ന് ഭസ്മം കൊണ്ടുവച്ച് അവിടുന്ന് മണ്ണെടുത്ത് തിരിച്ച് പഴനിമല ഭോഗർ മഹർഷിയുടെ സമാധിയിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിൽ വെച്ച് തിരിച്ച് കൊണ്ടുവന്നു. രണ്ടാമത് പറഞ്ഞ അശോക ചക്രവർത്തി 9 പേരും അവരായിട്ട് കണക്റ്റഡ് സ്ഥലമാണ്. അവിടെ പ്രാർത്ഥിക്കണം. പക്ഷേ സ്ഥലം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒറ്റ ദിവസമുള്ളൂ. 7 ദിവസം യാത്രയുണ്ട്. 3 ദിവസം അങ്ങോട്ട് 3 ദിവസം. പക്ഷേ എന്താ പറയുക, നമ്മൾ ഇവിടുന്ന് 12 മണിക്കൂർ എടുത്തു ഇവിടുന്ന് അവിടെ പോയി. അന്ന് പിറ്റേ ദിവസമാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നത്തെ ദിവസം തിരിച്ച് 3 ദിവസം എടുത്തിട്ട് ഷിംല വഴി ചണ്ഡീഗഡ് വന്നിട്ട് ഫ്ലൈറ്റിൽ തിരിച്ചു വരണം. അപ്പോൾ ഒരു ദിവസമുള്ളൂ. എന്ത് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു സ്ഥലമുണ്ട്. ആ മിൽക്കി വേ കാണാൻ പറ്റും. ഒരു കുന്നിൻ്റെ മുകളിൽ കയറിയ അത് കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി അത് കാണാം എന്നുള്ള ലെവലിൽ പോകും. അപ്പോൾ രാത്രി 9 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറവാണ്, നടന്ന് വയ്യാണ്ടായി. ചിലപ്പോൾ അയാൾ കയറിപ്പോയി. അവിടെ ചെന്ന് വണ്ടി തുറന്നപ്പോൾ ഭയങ്കര കാറ്റ്, തണുത്ത കാറ്റ്, സഹിക്കാൻ പറ്റണില്ല. അവിടെ ഒരു ബുദ്ധപ്രതിമയുണ്ട്. അത് ആകാശം നോക്കിയിട്ടാണ് വെച്ചിരിക്കണം അവർ. അതിലൊരു കാരണം ഉണ്ടാവും. ഇങ്ങോട്ടല്ല തിരിച്ചിരിക്കണം, അപ്പുറത്തൊരു കൊക്കയാണ് ആകാശം. പക്ഷെ ആകാശം ഭയങ്കര പൊല്യൂഷൻ ഇല്ല. അത് കാരണം ഭയങ്കര തെളിഞ്ഞുണ്ട്. നല്ലൊരു ചന്ദ്രൻ, ഭയങ്കര ഒരു അന്തരീക്ഷമാണ്. പക്ഷെ നമുക്ക് വയ്യ. അവസാനം ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോയി അവിടെ ഇരുന്ന് കുറച്ച് ഭയങ്കര എനർജി കിട്ടി. ഞാൻ അവിടുന്ന് എനിക്ക് പോയിട്ട് പറഞ്ഞു എനിക്കൊന്ന് കടക്കണം എന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ മലന്ന് കിടന്ന എനർജി എടുത്ത് അത് ഞാൻ എനിക്ക് കൊക്കട അടുത്ത് പോയപ്പോൾ ഞാൻ 2 പേരെ കണ്ടു. അശോക ചക്രവർത്തി 9 പേരായിട്ടുള്ള 2 പേരെ കണ്ടു. ഞാൻ സല്യൂട്ട് ചെയ്തു അവിടെ. അപ്പോൾ ഇവരോട് ഒന്ന് ചോദിച്ചു. 2 പേരുണ്ടായിരുന്നു, സൂരജ് യുവരാജ് സല്യൂട്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ 2 ആൾക്കാരെ കണ്ടു, സല്യൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. ഈ അശോക ചക്രവർത്തി 9 പേര് ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞു. ഒന്നും കൂടി അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അശോക ചക്രവർത്തി 9 പേര്, മുരുകവാന്റെ കൂടെ 9 പേരാ, മുരുകവാനും 9 പേര്, വിക്രമാദിത്യ മഹാരാജന്റെ കൂടെ 9 പേരാ. ഈ 9+1 അതൊരു വലിയൊരു എനർജി കണക്ഷനാ. നമ്മുടെ ഫ്ലാഗും അതാ 10 നക്ഷത്ര, അത് ഈ 9 കണക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത്രയും ചില അനുഭവങ്ങളിലൂടെയാണ് നമ്മള് എന്താ പറയാ, ചിലപ്പോ ഒറ്റയ്ക്കും ചിലപ്പോ കൂട്ടായിട്ട് പോയിട്ടുള്ള 10 നല്ല നമ്പറാണ്. 9+1. ഓക്കെ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ഞാൻ 9 പേരായിട്ട് നിലനിർത്താൻ ശ്രമിക്കണം. നല്ല കാര്യമാണ്. അവരെനർജി കിട്ടും. ഓക്കെ.